നമസ്കാരം. മകന്റെ വിവാഹ സൽക്കാരത്തിനായി കരുതിയ പണം ഉപയോഗിച്ച് നിർധനയായ വീട്ടമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് തോപ്രാംകുടി കപ്യാരുകുന്നേൽ രാജൻ. വിവാഹം ലളിതമായ ചടങ്ങിൽ നടത്തിയ ശേഷമാണ് ഈ പണം ഉപയോഗിച്ച് തോപ്രാംകുടി കോട്ടയിൽ രാജമ്മ കുമാരൻ എന്ന വിധവയായ വീട്ടമ്മയ്ക്ക് വീട് വെച്ചു നൽകിയത്. മകൻ രാജേഷിന്റെ വിവാഹ സൽക്കാരത്തിനായി കരുതിയ പണം ഉപയോഗിച്ചാണ് നിർധനയായ വീട്ടമ്മയ്ക്ക് വീട് നിർമ്മിച്ച് നൽകിയത്. തോപ്രാംകുടി ടൗണിൽ KR സ്റ്റോഴ്സ് എന്ന പലചരക്ക് വ്യാപാരിയായ കപ്പേരിക്കുന്നേൽ KR രാജനാണ് മകന്റെ വിവാഹം ലളിതമായ ചടങ്ങിൽ നടത്തിയ ശേഷം ഈ പണം ഉപയോഗിച്ച് വീട്ടമ്മയ്ക്ക് ഭവനമൊരുക്കിയത്. രാജമ്മയുടെ ഭർത്താവ് കുമാരൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മരണമടഞ്ഞത്. ഇവർക്ക് ഒരു മകളാണ് ഉള്ളത്. മകളെ വിവാഹം കഴിച്ച് അയച്ചു. വാസയോഗ്യമായ വീടില്ലാത്ത ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകുവാൻ രാജനും കുടുംബവും തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി മകന്റെ വിവാഹ ചടങ്ങ് വളരെ ലളിതമായി നടത്തി തുക കണ്ടെത്തുകയും വിവിധ മേഖലകളിൽ രഹസ്യമായ അന്വേഷണം നടത്തി അർഹയായ കുടുംബത്തെ കണ്ടെത്തുകയുമായിരുന്നു. എറണാകുളം സ്വദേശി അജീഷയെയാണ് രാജേഷ് വിവാഹം കഴിച്ചത്. ഇരുവരും വിദേശത്താണ്. നാട്ടിലെ പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും സാക്ഷിയാക്കി KR രാജനും ഭാര്യയും മാതാവും ചേർന്ന് കോട്ടയിൽ രാജമ്മയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി. ഒരു വീട് കിട്ടണമെന്ന് ഓർത്തോണ്ട് ഇടിച്ചു പൊടിഞ്ഞു പോയായിരുന്നു വീട്. അങ്ങനെ ഇരുന്ന് പഞ്ചായത്തിലൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തു, കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ചേട്ടന് അസുഖമായി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ന്യൂനേട്ടൻ വന്നേച്ച് എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു വീടുണ്ട്, കിട്ടാൻ വഴിയുണ്ട്, എങ്ങനെയാ ചേച്ചിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതമാണ്, ആ കുന്നേന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ട്. ചേട്ടൻ അസുഖമായിട്ട് കിടപ്പായിരുന്നു. പെരപണി തുടങ്ങിയപ്പോൾ ചേട്ടൻ മരിച്ചു. ഞാൻ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കല്യാണം പ്രമാണിച്ച് അവൻ്റെ കല്യാണം ഞാൻ നടത്തി. അപ്പം അതിൻ്റെ ആർഭാടങ്ങളും എല്ലാം ഒഴിവാക്കി ആ പൈസ കൊണ്ട് ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു. അത് ഇന്ന ആൾക്കൊന്നും ഞാൻ അന്ന് തീരുമാനിച്ചില്ല. അതിനൊരു 2-3 പേരെ ഞാൻ ഉൾപ്പെടുത്തി അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിച്ചു. അതിനകത്ത് അർഹതപ്പെട്ട ആൾക്ക് വേണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ സഹോദരൻ ആണ് ഈ ഭാഗത്ത് ഈ ചേച്ചിയെ കണ്ടെത്തി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഇവിടെ എന്ന് പറഞ്ഞു. വേറെ 2-3 പേരുണ്ടായിരുന്നു, അവരുടെ ആൾക്കാരെ പറഞ്ഞു. അപ്പോൾ അവരോട് പറയരുത്, അവരറിയരുത്, അറിയാതെ കണ്ട് വേണം നമുക്ക് തീരുമാനിക്കാം. കാരണം നമ്മൾ അവരറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവരെ കളിയാക്കുന്ന രീതിയാവും. അത് വേണ്ട, നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണം ഇന്ന ആൾക്കെന്നത്. അങ്ങനെ തീരുമാനിച്ചപ്പം ചേച്ചിയെ കിട്ടി. ചേച്ചിയോട് അത് കഴിഞ്ഞ് ചേച്ചി എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ചേച്ചി വന്നു. ഞാൻ ഒരു വീടിങ്ങനെ വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഓലപ്പരയായിരിക്കും, ചിലപ്പോൾ ഷീറ്റിട്ടതായിരിക്കും, ചിലപ്പോൾ വാർക്കയായിരിക്കും. അങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് ചെയ്തു വരുമ്പോൾ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്തു തരും. അതിന് ചേച്ചിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോയെന്ന് ചേച്ചി ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ഒരു കുഞ്ഞ് വീട് വേണമെന്നുള്ള ഒരു സങ്കല്പം ചേച്ചിക്ക് ഉണ്ടെന്ന് ചേട്ടനുള്ള സമയത്താണ്. അത് കഴിഞ്ഞ് വീട് പണി തുടങ്ങി കഴിഞ്ഞപ്പം ചേട്ടൻ മരിച്ചു പോവുകയും ചെയ്തു. ഇപ്പം ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചിക്കൊരു മോള് മാത്രമേ ഉള്ളൂ മക്കളായിട്ട്, വേറെ ആൺപിള്ളേരാരുമില്ല. അങ്ങനെ ആണ് ഈ ചേച്ചിയെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഈ ചേച്ചിക്ക് ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ ചിലവിൻ്റെ പൈസ ഉപയോഗിച്ച് ഇങ്ങനെ വീട് അങ്ങ് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഇത്രയൊക്കെ ആകാൻ എന്നെക്കൊണ്ട് സാധിച്ചു എന്നെനിക്ക് തോന്നുന്നു. പൂർണ്ണമായോ എന്നെനിക്കറിയില്ല. എന്നാൽ പോലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കുഞ്ഞു വീട് ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.